വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും സംസാരിക്കുന്ന അടിയനും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. ആത്മനിറവിൽ രചിക്കപ്പെട്ട വചനം ആത്മനിറവിൽ ഘോഷിപ്പാൻ ബലഹീന നടിയനെ സഹായിക്കണമേ. തിരുനാമം മാത്രം സാലത്തിൽ മഹത്വപ്പെടുവാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. അഹങ്കാരം നാശത്തിൻ്റെയും ഉന്നത ഭാവം വീഴ്ചയുടെയും മുന്നോടിയാകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവഭക്തിയിൽ ജീവിക്കുന്നു എന്ന് കരുതുന്ന നമ്മിൽ പലപ്പോഴും ദൈവത്തിന് പ്രസാദകരമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ആരാധനകളിൽ മുടങ്ങാതെ സംബന്ധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ പലതരങ്ങളിലുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും ആകാം. എന്നാൽ ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്നതും ദൈവം മാത്രം അറിയുന്നതുമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ഹൃദയ വിചാരങ്ങളെ മറ്റാർക്കും അറിയുവാൻ കഴിയുകയില്ല. പിശാചിന് പോലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അത് ദൈവത്തിന് മാത്രമുള്ള അധികാരമാണ്, ദൈവം മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം എപ്പോഴും മാനിക്കുന്നത്, അല്ലെങ്കിൽ ആ അവസ്ഥയിലാണ് ദൈവം എപ്പോഴും പ്രസാദിക്കുന്നത്. നാം തിരുവചനം പഠിക്കുമ്പോൾ തിരുവചനത്തിൽ നമുക്കതൊക്കെയും കാണുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഒരു ഭാഗം 1/3 ലൂസിഫറും അവനോടൊപ്പം 1/3 മാലാഖമാരും സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് ഭൂമിയിലേക്ക് പതിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ ഹൃദയത്തിലുണ്ടായ നിഗളമാണ്. ദൈവത്തെ പോലെ ആകണമെന്നുള്ള അവൻ്റെ ആഗ്രഹമാണ് ദൈവത്തിൽ നിന്ന് അവനെ അകറ്റുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ പാപം സംഭവിക്കുന്നത് ഹൃദയത്തിൽ അഹങ്കാരം കടന്നു വരുമ്പോഴാണ്. അഹങ്കാരം എന്നുള്ളത് ബാഹ്യമായിട്ടൊരു പക്ഷേ നാം ഭവ്യതയോടുകൂടി സമീപിക്കുന്നവരും ദൈവത്തിൻ്റെ സന്നിധി വരുന്നവരൊക്കെയുമാണ് എങ്കിൽ പോലും നമ്മുടെ വാക്കുകളിൽ അതെപ്പോഴും പ്രതിഫലിക്കുമെന്നുള്ള കാര്യം നാം പലപ്പോഴും ഓർക്കാറില്ല. ഇവിടെ നാം വായിച്ചു, അഹങ്കാരം നാശത്തിൻ്റെയും ഉന്നത ഭാവം വീഴ്ചയുടെയും മുന്നോടിയാകുന്നു. അപ്പോൾ അഹങ്കാരം ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തിയെ തിരുത്തുവാൻ മറ്റാർക്കും സാധ്യമാകില്ല. ആ വ്യക്തി തന്നെ തിരിച്ചറിയാതെ ആ വ്യക്തിക്ക് ആ ഒരവസ്ഥയിൽ നിന്നും മാറ്റം ഉണ്ടാകുക സാധ്യമല്ല. അത് ഒരുപക്ഷെ അവൻ നശിച്ചു പോകാതിരിക്കുവാൻ ഉള്ള അവസരം ദൈവം നൽകും. എന്നാൽ നല്ല ശതമാനവും ആ അവസരങ്ങൾ ഉപയുക്തമാക്കാതെ നാശത്തിലേക്ക് അത് അവർ ഭവിക്കുകയാണ്. രണ്ടാമത് പറയുന്നു ഉന്നത ഭാവം വീഴ്ചയുടെയും. അതായത് ഉന്നത ഭാവം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണെന്നുള്ളൊരു ചിന്ത, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന, മറ്റുള്ളവരെക്കാൾ എന്തോ എനിക്ക് അധികമായി ഉണ്ട് എന്നുള്ളൊരു ചിന്ത, ഉന്നത ഭാവം പറയുകയാണ്. അത് ഉന്നത ഭാവം വീഴ്ചയുടെയും മുന്നോടിയാകുന്നു. തിരുവചനത്തിൽ ചില സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് നാം പുതിയ നിയമത്തിൽ തന്നെ കർത്താവ് അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഉപമ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനത്തിൽ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ഒരു ഉപമ അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി സമൃദ്ധിയായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വിളവ്
എൻ്റെ വിളവ് കൂട്ടിവയ്ക്കുവാൻ സ്ഥലം തികയില്ലല്ലോ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലുതായി പണിത് എൻ്റെ എല്ലാ വിളവും വസ്തുവകയും അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് അനേക വർഷത്തിലേക്ക് ആവശ്യമാകുന്ന വിഭവങ്ങൾ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ ഭൂമി സമൃദ്ധിയായി വിളയുന്നു. ആ വിളവിൽ അവൻ അഭിമാനിക്കുന്നു. ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആ വിളവ് അവന് ഉണ്ടായിക്കഴിയുമ്പോൾ അവൻ തനിയെ ഉന്നത ഭാവം നടിക്കുന്ന, അല്ലെങ്കിൽ അഹങ്കാര ഹൃദയത്തിൽ വരുന്ന അവൻ്റെ സംസാരങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതായത് ഞാൻ എൻ്റെ എന്ന് അവൻ അവിടെ പറയുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വിളവ് കൂട്ടിവയ്ക്കുവാൻ സ്ഥലം തികയില്ലല്ലോ എന്നുള്ളിൽ പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞത്, ഇത് ഞാൻ ചെയ്യും. എൻ്റെ കളപ്പുരകൾ പൊളിച്ചു വലുതാക്കി പണിത് എൻ്റെ എല്ലാ വിളവും വസ്തുവകയും അതിൽ കൂട്ടിവയ്ക്കും. ഇവിടെ അവന് തന്നെ പ്രാധാന്യം നൽകുന്ന വാക്കുകളാണ് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നത്. അവൻ ഈ വിളവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. വസ്തുവക കൊണ്ട് ധനവാനാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഈ വിളവ് വിളയുവാൻ, അല്ലെങ്കിൽ സമൃദ്ധിയായി വിളയുവാൻ അതിനാവശ്യമാകുന്ന വെയിലും മഴയും സാഹചര്യങ്ങളും ഒരുക്കുന്നത് ദൈവമാണ്. എത്ര പണമുണ്ടായാലും ഒരു വലിയ വെള്ളപ്പൊക്കം വന്നാൽ ആ വിളവ് മുഴുവൻ നശിക്കും. വരൾച്ച വന്നാൽ അത് മുഴുവൻ നശിക്കും. അപ്പോൾ ഇത് രണ്ടും അധികമായി വന്നാൽ ഈ വിളവ് ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ അത് പൂർണ്ണമായും നശിക്കും. ഈ വ്യക്തിക്കിത് സ്വരൂപിക്കുവാൻ സാധ്യമാകില്ല. അപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മറന്ന് ദൈവമാണ് ഇതിനുള്ള മുഖാന്തരം ഒരുക്കിയത് എന്ന് ചിന്തിക്കാതെ അവൻ്റെ കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടും ഇത് നേടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് 20-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, ദൈവമോ അവനോട്, ഭോഷ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇത് സമ്പാദിച്ചു, പക്ഷേ ഇത് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവം അനുവദിക്കണം. അനുഭവിക്കുവാൻ അവന് കഴിയണമെങ്കിൽ ആയുസ് ദൈവം അവന് നൽകിയേ സാധ്യമുള്ളൂ. ആയുസിൻ്റെ ഉടയവൻ ദൈവമാണ്. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ചിന്തയില്ലാതെയാണ് പലപ്പോഴും ഈ വ്യക്തിയെപ്പോലെ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ദൈവം തരുന്ന അനുഗ്രഹങ്ങളും നന്മകളും ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിക്കാതെ അതിൽ അഭിമാനിച്ച്, അതിൽ അഹങ്കരിച്ച് വാക്കുകൾ നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു എന്നുകൂടി ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു സംഭവം നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 28 മുതൽ 37 വരെ ഉള്ള തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം അത് വായിക്കുന്നു. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 28 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ചു. 12 മാസം കഴിഞ്ഞ് അവൻ ബാബിലോണിലെ രാജമന്ദിരത്തിന്മേൽ ഉലാത്തിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ശക്തിയുടെ പ്രഭാവത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പണിത മഹിദിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ രാജാവാണ്, ബാബിലോണിൻ്റെ രാജാവാണ്. ആ രാജാവായ നെബൂഖദ്നേസർ പറയുകയാണ്, അവൻ രാജമന്ദിരത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് ഞാൻ എൻ്റെ ശക്തിയുടെ പ്രഭാവത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായി രാജധാനിയായി പണിത മഹിദിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. ബാബിലോൺ രാജ്യം എന്ന് പറയുമ്പോൾ ശക്തമായൊരു രാജ്യമാണ്. അതിൻ്റെ രാജാവാണ് നെബൂഖദ്നേസർ. പക്ഷേ അത് പണിത് അതിൻ്റെ ശക്തിയിലും ബലത്തിലും അവൻ അഭിമാനിക്കുക മാത്രമല്ല, അവൻ അഹങ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ആണ് അവനെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നത്. രാജാവാക്കിയതും, രാജാവാക്കുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യമുണ്ട്, സൈന്യമുണ്ട്, കൊട്ടാരമുണ്ട്, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്. ഇതെല്ലാമുള്ള ഒരു വ്യക്തി രാജാവ്. അവനെ ആ അവസ്ഥയിലാക്കിയ ദൈവത്തെ മറന്നുകൊണ്ടുള്ള സംസാരം അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നാം കാണുകയാണ്, ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായത്, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടിത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. അപ്പോൾ
ഇവന് ഉണ്ടാക്കിയതിനെക്കുറിച്ച് ഉള്ള അഭിമാനത്തോടു കൂടി അവൻ സ്വയം അഹങ്കരിക്കുന്ന ആ വാക്കുകൾ അവൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടുകയാണ്. നിൻ്റെ രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. രാജാവാണ്, എല്ലാ അധികാരവും സ്വാധീനവും സമ്പത്തും സൈന്യവും കൊട്ടാരവും എല്ലാമുള്ള ഒരു രാജാവ്, അവൻ്റെ രാജ്യത്വം പെട്ടെന്ന് അത് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. തുടർന്ന് നാം വായിക്കുകയാണ്, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിൻ്റെ വാസം കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അവൻ അത് തനിക്കിഷ്ടമുള്ളവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നതുവരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസരിൽ നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ കാളയെപ്പോലെ പുല്ല് തിന്നു. അവൻ്റെ രോമം കഴുകൻ്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. രാജാവായിരുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ നാം മനസ്സിലാക്കുക. ഉടനെ അവന് സംഭവിക്കുകയാണ്, അവൻ കാട്ടിലേക്ക് അവനെ നീക്കുകയാണ്. ഒരു മൃഗത്തെ പോലെ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജാവായി തീരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ തൊക്കെ കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തിരുന്നൊരു വ്യക്തിയെ ഏറ്റവും ഹീനമായൊരവസ്ഥയിലേക്ക് അവനെ മാറ്റപ്പെടുവാൻ നിമിഷങ്ങൾ മാത്രമേ എടുത്തുള്ളൂ എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ദൈവമാണ് തന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യമില്ലാതെ നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു എന്ന് നാം എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകാം, ഉപവസിക്കുന്നവരാകാം, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നവരാകാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എപ്പോഴും ദൈവം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് എപ്പോഴും ഉണ്ടാകണം. എൻ്റെ കഴിവും എൻ്റെ മിടുക്കും എൻ്റെ സ്വാധീനവും എൻ്റെ മക്കളുടെ പഠിപ്പും ഒക്കെയും നാം വമ്പു പറയുമ്പോൾ അത് ആത്മപ്രശംസ നടത്തുകയാണ്, അത് വീഴ്ചയുടെ മുന്നോടിയാണെന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് നെബൂഖദ്നേസർ രാജാവ് എന്തിനു സംഭവിക്കുന്നു? അവന് 7 വർഷം 7 കാലം അവൻ കാട്ടിൽ മൃഗത്തെ പോലെ ജീവിക്കുകയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ്, തുടർന്ന് 34 തിരുവചനത്തിലേക്ക് വരുമ്പോൾ, ആ കാലം കഴിഞ്ഞ് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, എൻ്റെ ബുദ്ധി എനിക്ക് തിരികെ ലഭിച്ചു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ആദരിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറയുള്ളതല്ലോ. അപ്പോൾ 7 വർഷക്കാലം അവൻ മൃഗത്തെ പോലെ ജീവിക്കുകയാണ്. രാജകൊട്ടാരത്തിൽ നിന്ന് അവനെ നീക്കുകയാണ്. രാജ്യ പദവി നഷ്ടപ്പെട്ടു, രാജകൊട്ടാരം നഷ്ടപ്പെട്ടു, മനുഷ്യരുടെ ഇടയിൽ പോലും വസിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവനായിത്തീരുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ എന്താണ്? നാം വായിക്കുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിലേക്ക് നോക്കി. അപ്പോഴാണ് എന്ത് സംഭവിക്കുകയാണ്? എൻ്റെ ബുദ്ധി എനിക്ക് തിരികെ ലഭിച്ചു. അപ്പോൾ ബുദ്ധി നഷ്ടപ്പെട്ട നെബൂഖദ്നേസറാണ് ഈ രാജകൊട്ടാരത്തിൽ നിന്നിത് വിളിച്ചു പറഞ്ഞത്. അവൻ ചെയ്ത കാര്യങ്ങൾ അവനെ തന്നെ നോക്കിക്കൊണ്ട്, അവൻ ചെയ്ത കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ ദൈവത്തിന് അവന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നില്ല. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയല്ല അവൻ ആദ്യം ഈ കാര്യങ്ങൾ പറയുന്നത്, മറിച്ച് അവൻ്റെ എളിമയിൽ അവനെ ദൈവമാക്കി കഴിയുമ്പോൾ, ഏറ്റവും താഴ്ന്ന രീതിയിൽ അവൻ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവനത് തിരിച്ചറിയുകയാണ്. അവൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വന്തമായി ചെയ്ത ഒരു കാര്യത്തിലും അഭിമാനിക്കുവാനോ അല്ലെങ്കിൽ അതിൽ അഹങ്കരിക്കുവാനോ കഴിയുകയില്ല. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവമാണെന്നൊരു ബോധ്യമുള്ള വ്യക്തി ഒരിക്കലും അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയില്ല, ഇടപെടുകയില്ല. മറ്റുള്ള വ്യക്തികൾ നമ്മേക്കാൾ താഴ്ന്നവരാണെങ്കിൽ പോലും അവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം. നമുക്കെന്തെങ്കിലും മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനം ഒന്ന് മാത്രമാണ്. ദൈവം നൽകിയതല്ലാതെ നമുക്കൊന്നുമില്ല. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ സ്വാധീനവും നമ്മുടെ അധികാരവും
നമുക്കുള്ളതൊക്കെയും ദൈവം നൽകിയാണ്. ദൈവം നൽകാതെ നമുക്കൊന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആണ് എളിമയുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി തീരുന്നത്. നെബൂഖദ്നേസർ രാജാവിനോട് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു താക്കീത് നൽകുന്നുണ്ട്. കാരണം ആരും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും അഹങ്കാരത്തിലൂടെ പോകുന്ന വ്യക്തികളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം അവസരങ്ങൾ നൽകും. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ, ആകയാൽ രാജാവേ, എൻ്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിന് അകൃത്യങ്ങളും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ ഒരുപക്ഷെ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിലനിൽക്കും. ദാനിയേൽ, ദൈവത്തിൻ്റെ ഏതാകുന്ന പ്രതിപുരുഷനാകുന്ന ദാനിയേൽ രാജാവിനോട് പറയുകയാണ്. അഹങ്കാരത്തോടുകൂടി ജീവിച്ചിരുന്ന ഈ രാജാവ് അവനോട് പറയുകയാണ്, ആകയാൽ രാജാവേ, എൻ്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദകരമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിന് അകൃത്യങ്ങളും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ ഒരുപക്ഷെ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിലനിൽക്കും. ഉപദേശം അവന് നൽകുമ്പോൾ ആ ഉപദേശം അവൻ കേൾക്കുന്നില്ല. ഏറെ താമസിയാതെ, അതായത് നാം വായിക്കുകയാണ് 12 മാസം കഴിഞ്ഞ്, ഇതെല്ലാം നെബൂഖദ്നേസറിന് സംഭവിച്ചു. 12 മാസം കഴിഞ്ഞ് അവൻ ബാബിലോണിലെ രാജമന്ദിരത്തിന്മേൽ ഉലാത്തിക്കൊണ്ടിരുന്നു. 1 വർഷത്തിന് ശേഷം ഇത് നെബൂഖദ്നേസർ സംഭവിക്കുകയാണ്. ലഭിച്ച അവസരം അവൻ നഷ്ടപ്പെടുത്തിയില്ല. ഹൃദയത്തിൻ്റെ അഹങ്കാരത്തോടുകൂടിയുള്ള അവൻ്റെ വാക്കുകൾ, അവൻ കൂടുതലൊന്നും പ്രവർത്തിച്ചായിട്ട് മറ്റാരെയും ദ്രോഹിച്ചായിട്ട് നാം അവിടെ വായിക്കുന്നില്ല. ഒരുപക്ഷെ നാം മറ്റാരെയും ദ്രോഹിക്കുന്നില്ലായിരിക്കാം, മറ്റാരുടെയും പിടിച്ചു പറിക്കുന്നില്ലായിരിക്കാം, നീതിപരമായ ഒരു ജീവിതം നയിക്കുന്നവരാകാം. പക്ഷേ ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ശമൂവേൽ പ്രവാചകനുണ്ട്, അവൻ്റെ നീളമോ അവൻ്റെ ഉയരമോ നീ നോക്കരുത്, അവൻ്റെ ഹൃദയത്തെ ഞാൻ കണ്ടിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളൊരു ഹൃദയമുള്ളവനാണ് ദാവീദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. എങ്ങനെയാണ് നാം നമ്മുടെ മനോഭാവം ദൈവത്തോടും മറ്റുള്ളവരോടും? നമുക്ക് എളിമയുള്ളവരായി ജീവിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിലേക്ക് നാം നോക്കുന്നവരാണ്. നമ്മളിലേക്ക് നാം നോക്കുന്നവരെങ്കിൽ ഒരിക്കലും നമുക്ക് എളിമ ഉണ്ടാകുകയില്ല. കാരണം നമുക്ക് പലതും ലോകപ്രകാരം മറ്റുള്ളവരെക്കാൾ അധികമായി ഉണ്ടാകും. പണമുണ്ടാകും, സ്വാധീനമുണ്ടാകും, അധികാരമുണ്ടാകും, സൗന്ദര്യമുണ്ടാകും, ആരോഗ്യമുണ്ടാകും, പലതും നമുക്ക് ലോകപ്രകാരം മറ്റുള്ളവരെക്കാൾ അധികമുണ്ടാകും. പക്ഷെ നമ്മളിലേക്ക് നോക്കിയാൽ ഒരിക്കലും എളിമയുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. നാം ദൈവത്തിലേക്ക് നോക്കണം. കാരണം നമുക്കുള്ളതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നൽകിയതല്ലാതെ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് അപ്രകാരം ഒരവസ്ഥയിൽ നാം ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. പലപ്പോഴും അനേകരുടെ ജീവിതത്തിൽ അഹങ്കാരത്തോടുകൂടിയുള്ള യാത്രയിൽ ദൈവം അവരെ ചെറുതായിട്ടൊന്ന് ശിക്ഷിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ അവനത് തിരിച്ചറിയുവാൻ, അവൻ്റെ ഹൃദയത്തിന് അഹങ്കാരം തിരിച്ചറിയുവാൻ. നെബൂഖദ്നേസർ ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് നെബൂഖദ്നേസർ ഇത് മനസ്സിലാക്കി അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ അവൻ്റെ ബുദ്ധി തിരികെ ലഭിച്ചതായിട്ട് നാം വായിച്ചു. തുടർന്ന് 35 തിരുവചനത്തിൽ അവൻ സർവ്വഭൂമിയുടെയും സർവ്വഭൂവാസികളെയും ശൂന്യമെന്ന് കണക്കാക്കുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തൻ്റെ ഇഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ കൊടുക്കുന്നവനോ നീ എന്തു ചെയ്യുന്നു എന്നവനോട് ചോദിക്കുവാനോ ആർക്കും കഴിയുകയില്ല. ആ സമയത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനത്തായി. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി ലഭിച്ചു. അപ്പോൾ നെബൂഖദ്നേസർ അവനെ തന്നെ ഒന്ന് കണ്ടെത്തി. അവൻ എവിടെയായിരിക്കുന്നു, അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ഇത് ഉള്ളതൊക്കെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ബുദ്ധി അവന് തിരികെ ലഭിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എൻ്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും എന്നെ അന്വേഷിച്ചു. 7 വർഷക്കാലം അവരന്വേഷിച്ചില്ല. എന്നാൽ വാസ്തവമായ ഒരു എളിമയിലേക്ക് അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവനെ അന്വേഷിച്ചു. എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനത്താക്കി. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി ലഭിച്ചു. എന്നിട്ട് നാം വായിക്കുകയാണ്, ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. നെബൂഖദ്നേസർ തൻ്റെ ജീവിതാനുഭവം അവിടെ വർണ്ണിക്കുകയാണ്. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാൻ സ്വർഗത്തിലെ ദൈവം പ്രാപ്തനാണ്.
നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ഒരു ദൈവമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ നിഗളികളോട് എതിരാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം എപ്പോഴും നിരീക്ഷിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും ദശാംശം കൊടുക്കുന്നവരും നേർച്ചകാഴ്ചകൾ നടത്തുന്നവരും പെരുന്നാൾ നടത്തുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പലതും ചെയ്യുന്നവരുമാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി ദൈവം പ്രസാദിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ എളിമയുള്ള അവസ്ഥയിലാണ്. നിഗളം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നാൽ, അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നാൽ അത് ദൈവം വെറുക്കുന്ന പാവമാണ് എന്ന് നാം മനസ്സിലാക്കുക. കാരണം ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എളിമയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോക ജീവിതം, ഈ പ്രവാസ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാനത്രേ. അത് നമ്മളിലുള്ള മനോഭാവമാണ് അതിന് അനുഗ്രഹവും അതിന് ദോഷവും ഉണ്ടാക്കുന്നതെന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് നമുക്കുണ്ടാകുവാൻ നാം ഒരുപക്ഷെ മറ്റാരെയും ദ്രോഹിക്കുന്നവരോ മറ്റാരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നവരോ ചീത്തയായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നവരോ ഒന്നുമല്ല. നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകാം. പക്ഷേ നാം ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരായി മുമ്പോട്ട് പോകുമ്പോൾ ഈ അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നത് മറ്റാരുമല്ല, പിശാചാണ്. തിരുവചനം പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന ദൂതന്മാർ ദൈവത്തെ പോലെ ആകുവാൻ അവൻ ചിന്തിച്ചപ്പോൾ അവൻ വെട്ടേറ്റ് ഭൂമിയിലേക്ക് പതിക്കുകയാണ്. വീണ്ടും നാം ഏദനിൽ ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിക്കുന്നതും ഹൃദയത്തിൽ അവർക്ക് അഹങ്കാരം കുത്തിവെച്ചുകൊണ്ടാണ്. അത് നാം വരുമ്പോൾ ഹവ്വായുടെ അടുത്തേക്ക് എന്ന് പിശാച് പറയുന്നത് എന്താണ്? ഈ ഫലം ഭക്ഷിച്ചു തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും. അപ്പോൾ അവന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തെ പോലെ ആകുവാനുള്ളൊരാഗ്രഹം ഹവ്വായിൽ പിശാച് കുത്തിവെക്കുകയാണ്. അതുവഴി ദൈവത്തെ പോലെ ആകുവാനുള്ള ആഗ്രഹമാണ് പാപത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്കറിയാം. അവർ ഏതിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, അല്ല ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കൊണ്ട് കഴിയും. ദൈവം അവരോടൊപ്പം ആയിരുന്നു. കാരണം ആ തോട്ടത്തിലേക്ക് ദൈവം കടന്നു വരികയാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനോടൊപ്പം വസിക്കുവാൻ ദൈവം അന്നും ഇന്നും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എളിമയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ എളിമയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. തിരുവചനം പഠിക്കുമ്പോൾ അതിനൊരു വലിയ ഉദാഹരണമാണ് പരിശുദ്ധ മാതാവിനെ നമുക്ക് കാണുവാൻ കഴിയും. നാം വായിക്കുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. എളിമയുടെ പ്രതീകമായി പരിശുദ്ധ മാതാവിനെ നാം അവിടെ കാണുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ എല്ലാ ഇസ്രയേലിലുള്ള പെൺമക്കളും സ്ത്രീകളൊക്കെയും കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് പ്രധാന ദൂതൻ ഗബ്രിയേൽ അവളോട് പറയുന്നത്. അത് പറയുമ്പോൾ അവൾ അഹങ്കരിക്കുകയല്ല, പിന്നെയോ അവൾക്ക് ഒരു വലിയ സ്ഥാനം അവിടെ നൽകുകയാണ്. ദൈവപുത്രൻ അവളിലൂടെ ഉണ്ടാകുവാനുള്ളൊരു വലിയ സ്ഥാനം. അവിടെ വരുമ്പോഴും അവൾ എളിമയുള്ളവരായി ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുക മാത്രമല്ല, ജീവിതത്തിലുടനീളം ഒരു പരാതിയും പിറുപിറുപ്പുമില്ലാതെ ദൈവഹിതത്തിനായിട്ട് അവൾ സ്വയം സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഉടനെ എന്താണ് സംഭവിക്കുന്നത്? അവൾ ഈ വാർത്ത അറിയുമ്പോൾ തന്നെ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുത്തേക്ക് അവൾ പോവുകയാണ്. അപ്പോൾ അവൾക്ക് വേണേൽ ചിന്തിക്കാം, ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്ന എന്നെ മറ്റുള്ളവർ വന്ന് കാണട്ടെ. അതല്ല, എളിമയുടെ പ്രതീകമായ അവളിലൂടെ നാം അത് കാണുന്നത്, അവൾ എലിസബത്തിനടുത്തേക്ക് കടന്നുപോയി 3 മാസക്കാലം അവൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. എളിമയുടെ ഏറ്റവും വലിയ പ്രതീകമായി നാം പരിശുദ്ധ കന്യാമറിയത്തെ അവിടെ കൂടെ കാണുകയാണ്. അതുകൊണ്ടാണ് സകല സൃഷ്ടികളും അവളെ വാഴ്ത്തപ്പെട്ടോൾ എന്ന് വിളിക്കുകയും ഇന്നും അപ്രകാരം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം എപ്പോഴും കാണുന്നത്. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ദൂരെ നിന്നറിയുന്നൊരു ദൈവമാണെന്ന് കൂടി നാം മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ നാം പറയുക പോലും ചെയ്യാതെ അതിന് മുമ്പേ അറിയുന്ന, ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്നൊരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ്
നാം വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ആ എളിമയുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിലേക്ക് നോക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം ആണ് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ഈ ഭൂമിയിലേക്ക് ഒന്നുമില്ലാത്തവരായി വന്നു, ഒന്നുമില്ലാത്തവരായി ഭൂമിയിൽ നിന്ന് നാം പോകേണ്ടവരാണ്. എന്നാൽ നമുക്കിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യം, പണം, നമ്മുടെ സമ്പത്ത്, സൗന്ദര്യം, കഴിവുകൾ, നമ്മുടെ സ്വാധീനം ഒക്കെയും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നൽകിയതല്ലാതെ നമുക്കൊന്നുമില്ല. ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ എളിമയുള്ളവരായി ജീവിക്കുവാൻ, ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് കഴിയും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകൃപയിൽ എളിമയുള്ളവരായി ജീവിച്ച് അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ദുഃഖിപ്പിക്കാതെ, വീഴ്ചയിലേക്ക് പോകാതെ ദൈവകൃപയിൽ നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.